ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണാസ്മലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു കാച്ചിൽ പുരട്ട് ഉച്ചയ്ക്കത്തേക്ക് നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. കാച്ചിൽ പുരട്ട് അല്ലെ കാച്ചിൽ തോരൻ എന്ത് വേണേലും പറയാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ചിന് നമുക്കിന്ന് തയ്യാറാക്കാം. ഇതെന്താണെന്ന് അറിയാമോ? നമ്മുടെ കാച്ചിലാണ് ഇത്. എല്ലാവർക്കും അറിയാണ്ട് വന്ന് ഇത് ഇവിടെയും കിട്ടും കേട്ടോ. കാച്ചില് ചേരയൊന്നും കിട്ടാറില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചേര. പക്ഷേ ഇത് നമ്മൾ കാച്ചിൽ കിട്ടും കേട്ടോ. ഇവിടെ ഇത് വെള്ളക്കാച്ചിലാണ്, ഇവിടെ കൂടുതൽ വെള്ളക്കാച്ചിലാണ്. നീലക്കാച്ചിൽ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. ഇത് നമുക്കിന്ന് കാച്ചിൽ തോരൻ വെക്കാവേ. കാച്ചിൽ തോരൻ വെക്കാം നമുക്ക്. ഇതാണ് കാച്ചിൽ. നമ്മൾ ഈ കാച്ചിൽ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം നല്ലപോലെ. ഇത് ഇവിടെ കിട്ടുന്ന കാച്ചിലാണ്, ഉത്തരാഖണ്ഡിലെ കാച്ചിലാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ അത്രയും വലിയതൊന്നും ആകത്തില്ല. ഇത് വെള്ളക്കാച്ചിലാണ്. വെള്ളയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് കേട്ടോ ഇതിന്. അപ്പം ഇതിന് കിലോയ്ക്ക് 80 രൂപയാണ്. ആദ്യം നമുക്ക് കാച്ചിൽ ചെത്തി എടുക്കണം. ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ചെത്തി എടുക്കണേ. നല്ല പശ പോലുണ്ട്, ഇല പോലെ അതുണ്ട്. നമ്മുടെ നാട്ടിലെ കാച്ചിലെ പോലില്ല കേട്ടോ. ഇതിനൊരു വ്യത്യാസം പോലെ എനിക്ക് തോന്നി. നല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്ത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കണം, അത് കഴുകാൻ വേണ്ടി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഒരെണ്ണം എടുക്കാമെന്ന്. അപ്പം നോക്കിയപ്പോൾ അത് കുറച്ചേ ഉള്ളൂ. മുകളിലത്തേന് ഭയങ്കര കട്ടി, അതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഞാൻ മാറ്റി. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയപ്പം കുറച്ചേ ഉള്ളൂ. അപ്പം വെച്ച് 2 കാച്ചിലെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഞാൻ കട്ട് ചെയ്യാനെടുത്ത്. നല്ല സോഫ്റ്റായിട്ടുള്ള കാച്ചിൽ തന്നെ കേട്ടോ. പക്ഷേ നമ്മൾ വെള്ളമെന്ന് പറയാൻ പറ്റത്തില്ല, വെള്ളക്കാച്ചിലെന്ന് പറയാം. പക്ഷെ ചെറിയൊരു യെല്ലോ പോലെ ഇരിക്കുകയാണ്, ചെറിയൊരു മഞ്ഞ കളറുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല കാച്ചില. നേരത്തെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പുഴുങ്ങാനൊക്കെ, നല്ല കാച്ചിലൊക്കെ. പക്ഷേ നീലക്കാച്ചിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിലെ. അങ്ങനെ നമ്മൾ അത് 2 കാച്ചിലും എടുത്ത് നന്നായിട്ട് ചെത്തി. ഇത് ആ കളർ കാണാൻ പറ്റും, ഒരു യെല്ലോ പോലെ, വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നിട്ടത് കഴുകി എടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അരിയും കൂടെ അങ്ങ് അടുപ്പത്തേക്കിടാം. അങ്ങനെ അരി ഞാൻ നല്ലപോലെ കഴുകി, എന്നാൽ മറ്റേത് മാറ്റി വെച്ചിട്ട്, അപ്പോൾ വെള്ളം തിളച്ച് കിടക്കുമല്ലേ, എന്നാൽ അരി അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചാണ് ഞാൻ അരി കഴുകാൻ എടുത്തത് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ അരി നല്ലപോലെ കഴുകിയിട്ട് കലത്തിൽ തിളച്ച് കിടക്കുന്ന അതിനകത്തോട്ട് വെള്ളത്തിലോട്ട് ഞാൻ ഇട്ടിട്ട് വന്നു. എന്നിട്ട് കാച്ചിൽ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അതിനൊരു ഇല പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു ഒരു വല്ലാത്ത ഇതുള്ള, അത് നന്നായിട്ട് കഴുകി കളയണം കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് നമുക്കത് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ പുഴുങ്ങാൻ ഉപയോഗിക്കുന്ന രീതിയിലല്ല, ചെറിയ കഷ്ണങ്ങൾ. കാരണം നമുക്കിത് കുറച്ചൊന്ന് ഉടച്ചെടുക്കണം, അതുകൊണ്ടാണ് ചെറിയ കഷ്ണമായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അത് ഒരുപാടങ്ങ് ചെറുതായി പോകരുത്, ഒത്തിരി അങ്ങ് വലുതായി പോകരുത്. ഒരു ചെറിയൊരു മീഡിയം, ചെറിയ സൈസ്, നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വലുത്, അതുപോലെ നമ്മൾ കട്ട് ചെയ്തിടുക. അങ്ങനെ ഫുള്ള് നമുക്ക് കട്ട് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് മുങ്ങിക്കിടന്ന് നന്നായിട്ട് വേവത്തക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേവിച്ചെടുക്കണ്ട അത് നല്ലപോലെ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നോക്കിയപ്പോൾ അരി നല്ലതായിട്ട് തിളച്ചിട്ടുണ്ടേ. അരി തിളച്ച് എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ അടച്ച് വെക്കുവേ. അടച്ച് വെച്ചാൽ വേവിക്കുന്നത്, ഗ്യാസ് ലാഭിക്കാനേ. കാരണം ചെറിയ അരിയാണ്ട് പെട്ടെന്ന് വേവും കേട്ടോ. അങ്ങനെ നമ്മുടെ കാച്ചിലിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. അപ്പം നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഒരു സവാള എടുത്ത് ഞാൻ കട്ട് ചെയ്ത്, കുറച്ച് കറിവേപ്പില, പിന്നെ 3-4 ചുമന്ന മുളക്, പിന്നെ കുറച്ച് തേങ്ങാ തിരിങ്ങിയത്, അത്രയും എടുത്ത് അതെല്ലാം റെഡിയാക്കിയപ്പോഴത്തേക്കും നമ്മുടെ കാച്ചിൽ വെന്തു കേട്ടോ. നല്ലപോലെ വെന്തു. നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അതൊന്ന് നോക്കണം നന്നായിട്ട്, അല്ലാതെ തന്നെ നമ്മൾ കുത്തി നോക്കണം വെന്ത് കഴിഞ്ഞു. ഞാൻ ഒന്നൊന്ന് ഉടച്ച് നോക്കിയതാണ് വെന്തോന്ന്. ഇനി നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ആദ്യം ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഞാൻ ഇത് ഉരുക്കി വെച്ചേക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിട്ട് നല്ല വെണ്ണക്കട്ടി പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ചൂടാക്കി ഉരുക്കി ഞാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം. 1 സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ കൂട്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയുടെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ ചുമന്ന മുളക് ചേർത്ത് കൊടുക്കണം. ചുവന്ന മുളക് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. അതിലേക്ക് സവാളയും കൂടെ ഇട്ട് നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴറ്റണം. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും നമുക്കത്. അപ്പോൾ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ പുഴുങ്ങാൻ നേരം അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി, അതൊന്ന് വഴലാൻ വേണ്ടി. എന്നിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് റെഡി ആകുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ അതൊന്ന് ഉടച്ചെടുക്കണേ. ഒരുപാട് ഫുള്ള് മൊത്തത്തിൽ അങ്ങ് ഉടച്ച് കളയണ്ട, എന്നാലും ഒരുമാതിരിയൊക്കെ നമുക്കൊന്ന് ഉടച്ച് എടുക്കണം. കാരണം നമ്മളൊരു തോരൻ അല്ലെങ്കിൽ ഒരു പെരട്ട് പോലെ എടുക്കുന്നതല്ലേ, നമ്മൾ ചീനിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അത് പക്ഷേ ഫുള്ള് നമ്മൾ ഉടക്കണ്ട, അങ്ങ് കുഴച്ചങ്ങ് എടുക്കണ്ട,
അല്ലാതെ തന്നെ നമ്മൾ കുറച്ചായിട്ടൊന്ന് ഇച്ചിരി കട്ടയൊക്കെ വേണം കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് അതിലേക്ക് നമ്മൾ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. 2 2.5 അത് നമ്മുടെ എരിവിനോ കളറിനോ ഒക്കെ ആവശ്യത്തിനായിട്ട് ഇടാം കേട്ടോ. അതിന് കൂടെ നമ്മൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ അധികം ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉപ്പിട്ടിടുക. കാരണം നമ്മൾ ഇനിയും പുരട്ടാൻ പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഉപ്പിടുമ്പോൾ അവിടെ എവിടെയും നമുക്ക് ഉപ്പ് കഴിക്കുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴട്ടി പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ തിരിങ്ങി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങയും അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി ഇച്ചിരി ചെറുതായിട്ടൊന്ന് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കാച്ചിൽ പുഴുങ്ങിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത് നന്നായിട്ട് അതിനകത്തിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. അത് പൊടിക്കുമ്പോൾ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വേണം കേട്ടോ. എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. നമുക്ക് കുറച്ചൊക്കെ അതിനകത്തൊന്ന് എടുത്ത് കഷ്ണമായിട്ട് കഴിക്കാൻ വേണ്ടിയൊക്കെ വേണേ. അപ്പം നമ്മൾ ഫുള്ള് അതിനകത്ത് കുടഞ്ഞിട്ടിട്ട് ആ തേങ്ങ കൂട്ടിനകത്തോട്ട് നമ്മൾ ഫുള്ള് നന്നായിട്ട് ഉടച്ചുടച്ച് ഒരുമാതിരി ഞാൻ ഒത്തിരി അങ്ങ് ഉടച്ചില്ലായിരുന്നു. അപ്പോൾ ഒരുമാതിരി ഉടച്ചുടച്ച് വേണം അത് നമ്മൾ പുരട്ടി കൊടുക്കണം. അത് കഴിഞ്ഞ് നന്നായിട്ട് അതിലെ കളറും അതെല്ലാം മാറണം. ഇപ്പം ഒരു വെള്ള കളർ പോലല്ലേ, അതെല്ലാം മാറി അതിൻ്റെ കറക്റ്റ് കളർ ഇപ്പോൾ വരും. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് നന്നായിട്ട് ഡ്രൈ ആവുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മൾ ഉപ്പൂടൊന്ന് നോക്കണം കേട്ടോ. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും പുരട്ടി കൊടുക്കണേ. അപ്പം നമ്മളുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാച്ചിൽ പുരട്ട് അല്ലെങ്കിൽ കാച്ചിൽ തോരൻ എല്ലാം റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ സംഭവമാണ്. നമുക്ക് ചീനി ഇങ്ങനെ ചെയ്യാം, പക്ഷേ ഇവിടെ ചീനി കിട്ടത്തില്ല. അതുകൊണ്ട് കാച്ചിലാണ് ഞാൻ ചെയ്തത്. നാട്ടിൽ വെച്ചും ചെയ്യാറുണ്ട് ഇങ്ങനെ. നല്ല ടേസ്റ്റാട്ടോ. നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും അല്ലാതെ ഇത് മാത്രമായിട്ട് ചിക്കൻ കറി അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ ആയാലും നല്ല ടേസ്റ്റാട്ടോ. നല്ല സൂപ്പർ സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് നമ്മുടെ കാച്ചിൽ പുരട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാച്ചിൽ തോരന. ഞങ്ങൾക്ക് കാച്ചിൽ തോരൻ എന്നാണ് പറയുന്നത്. എളുപ്പമാണ് ഇത് ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ചേരുവകളൊന്നും വേണ്ട, വളരെ എളുപ്പമാണ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കോഴിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ. അടിപൊളിയാണ് കേട്ടോ.